ഇന്ന് നമുക്കൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? നേന്ത്രപ്പഴവും പൈനാപ്പിളും ഉപയോഗിച്ച് ഒരു അടിപൊളി കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ നല്ല ടേസ്റ്റാണ്. സാധാരണ എല്ലാവരും നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത്. ഞാനിതിൽ പൈനാപ്പിളും കൂടി ചേർത്ത് ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന റെസിപ്പി എൻ്റെ പ്രേക്ഷകരിലേക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ആക്കുക. എനേബിൾ ആക്കുമ്പോൾ ഓൾ തന്നെ കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 4 കോഴിമുട്ട, അര കപ്പ് മൈദ, ആവശ്യത്തിന് ഓയിൽ, 4 കഷ്ണം പൈനാപ്പിൾ, 3 ചെറിയ നേന്ത്രപ്പഴം, വലുതാണെങ്കിൽ 1 മതി, 4 ഏലക്കായ, ഒരു പിഞ്ച് സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ബേക്കിംഗ് പൗഡർ 2 ടീസ്പൂൺ, ആവശ്യത്തിന് പഞ്ചസാര, ഇവയെല്ലാമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനായി ഒരു മിക്സിയുടെ ജാർ എടുത്ത് ഇതിലേക്ക് 4 കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഒപ്പം തന്നെ 4 ഏലക്കായും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഇത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ആഡ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ബാറ്റർ നല്ലവണ്ണം തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും അധികം ഓയിൽ ആഡ് ചെയ്തത്. ഇത് നല്ലവണ്ണം ബീറ്റ് ചെയ്ത് ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനിയൊരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയ ബനാന, പൈനാപ്പിൾ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവയെല്ലാം ചേർത്ത് നല്ലവണ്ണം മിക്സിയിൽ അരച്ചെടുത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ബാറ്ററിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്ത് ഇതിൻ്റെ മുകളിൽ ഒരു അരിപ്പ് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് അര കപ്പ് മൈദയും ഒരു പിഞ്ച് സോഡാപ്പൊടിയും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം അരിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിലേക്ക് അരിച്ചെടുത്ത മൈദ ചേർത്ത് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം പോകും. നമുക്ക് തിക്കായിട്ട് വേണം ബാറ്റർ റെഡിയാക്കി കിട്ടാൻ. ഇപ്പോൾ ബാറ്റർ നല്ലവണ്ണം തിക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്ത് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കാഷ്യൂനട്ട്, മുന്തിരി എന്നിവ ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടും മുന്തിരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ ഒരു മൂടി വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിൽ പാൻ എടുത്ത് വെച്ച് ഇത് മൂടി വെച്ച് 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്റ്റിക്ക് കൊണ്ട് കുത്തി നോക്കാം. അതുമേൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ റെഡി ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്ക് കട്ട് ചെയ്ത് കഴിക്കാം. ഇത് ചൂടോടുകൂടി കഴിക്കരുത്. ചൂടാറിയതിന് ശേഷം മാത്രമേ കഴിക്കാവൂ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലെയുള്ള കേക്കാണ്. ഇത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി. പഴത്തിൻ്റെയും പൈനാപ്പിളിൻ്റെയും ഒപ്പം തന്നെ കാഷ്യൂനട്ട്, മുന്തിരി ചേർന്നപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വളരെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഈ കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്ത പുതിയ വീഡിയോസുമായി വരുന്നവരെ വീണ്ടും കാണാം. ദിസ് ഈസ് ഹബീബ് വടക്കാഞ്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.